സിവിൽ പോലീസ് ഓഫീസർ എക്സാം നാളെ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഒരു കറണ്ട് അഫെയറിൻ്റെ നിങ്ങൾക്കൊരു റിവിഷൻ എന്ന രീതിയിൽ നമ്മളൊരു 100 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. അതാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പ്രയോജനപ്രദമാവുന്ന രീതിയിലുള്ള 100 ചോദിക്കാൻ സാധ്യതയുള്ള 100 കറണ്ട് അഫെയർ ചോദ്യങ്ങൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോവാണ്. അതുപോലെ തന്നെ നമ്മൾ CPOയുടെ തന്നെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ്റെ 5 മോഡൽ ക്വസ്റ്റ്യൻസും ഏകദേശം 100ഓളം വരുന്ന സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ 100 സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളുടെ ഒരു മണിക്കൂർ നീണ്ട അതൊരു 10-60 ക്വസ്റ്റ്യൻസോളം വരുന്ന മുൻവർഷ ചോദ്യങ്ങളുടെ ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. മാക്സിമം അതൊന്ന് കാണാൻ ശ്രമിക്കുക. ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം പ്ലേലിസ്റ്റ്. അപ്പോൾ നമ്മളിന്ന് കറണ്ട് അഫെയർ ആണ്. കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഒരു റിവിഷൻ എന്ന രീതിയിൽ ഉള്ളൊരു കുറച്ച് 100ഓളം ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം, പെട്ടെന്ന് തന്നെ കിടക്കാം, സമയമില്ല നമുക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നത് 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ്. 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ് ആരാണ്? സുഭാഷ് ചന്ദ്രൻ. സുഭാഷ് ചന്ദ്രനാണ് 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ്. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കാണാതായതോ കടത്തപ്പെട്ടതോ ആയ കുട്ടികളെ കണ്ടെത്താനായി ഓപ്പറേഷൻ സ്മൈൽ എക്സ് എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തെലുങ്കാന. അപ്പോൾ എന്താണ്? കാണാതായതോ കടത്തപ്പെട്ടതോ ആയ കുട്ടികളെ കണ്ടെത്താനായി ഓപ്പറേഷൻ സ്മൈൽ എക്സ്. ഓപ്പറേഷൻ സ്മൈൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാണാതായതോ കടത്തപ്പെട്ടതോ ആയ കുട്ടികളെ കണ്ടെത്താനായി ഓപ്പറേഷൻ സ്മൈൽ എക്സ് എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് തെലുങ്കാന. അടുത്തത്, കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ആദ്യ സോളാർ ബോട്ടാണ് സൂര്യാംശു. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, സൂര്യാംശു. അതായത് സോളാർ ബോട്ടാണ്, പഠിക്കാൻ എളുപ്പമാണ്. സൂര്യാംശു സോളാർ ബോട്ട് ആയതുകൊണ്ട് തന്നെ സൂര്യനിൽ നിന്നുള്ള താപം വന്നാലേ സോളാർ ബോട്ട് ഓടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചോ, സൂര്യ അംശു. സോളാർ ബോട്ട് ആയതുകൊണ്ട് സൂര്യാംശു. അപ്പോൾ ആരാണ്? കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ആദ്യത്തെ സോളാർ ബോട്ടാണ് സൂര്യാംശു. അടുത്തത്, 2022 ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് ആരൊക്കെയാണ്? ഹർമീൻ പ്രീത് സിംഗും അതുപോലെ തന്നെ ലാവ്ലീന ബോർഗോഹൈനുമാണ്. അപ്പം ഹർമീൻ പ്രീത് സിംഗും ലാവ്ലീന ബോർഗോഹൈനുമാണ് 2022 ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിൽ നമ്മുടെ ഇന്ത്യയുടെ പതാക വഹിച്ചത്. ക്ലിയറായോ? അടുത്തത്, ഡോക്ടർ MS സ്വാമിനാഥൻ അന്തരിച്ചതെന്ന്. അപ്പോൾ MS സ്വാമിനാഥൻ ഈയിടയ്ക്ക് അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ അന്തരിച്ച തീയതിയാണ് 2023 സെപ്റ്റംബർ 28. അപ്പോൾ 2023 സെപ്റ്റംബർ 28 MS സ്വാമിനാഥൻ അന്തരിച്ചത്. ക്ലിയറായോ? അടുത്തത്, 2023 ഓഗസ്റ്റിൽ അന്തരിച്ച സിനിമാ സംവിധായകൻ സിദ്ദിഖ് സംവിധാനം ചെയ്ത ആദ്യ സിനിമ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? റാംജി റാവു സ്പീക്കിംഗ് ആണ്. അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ, പൗരാവകാശ പത്രിക എന്ന പേരിൽ സേവനാവകാശ നിയമം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പറയുന്ന എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. പൗരാവകാശ പത്രിക എന്ന് ഓർത്തു വെച്ചോ. പൗരാവകാശ പത്രിക എന്ന പേരിൽ സേവനാവകാശ നിയമം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റി ഏതാണ്? കേരള യൂണിവേഴ്സിറ്റി. ക്ലിയർ ആയേ? അടുത്തത്, സംസ്ഥാനത്ത് ആദ്യ ആധാർ പരാതി പരിഹാര കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്ത് ആദ്യ ആധാർ പരാതി പരിഹാര കേന്ദ്രം നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. അടുത്തത്, പോക്സോ നിയമം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. അപ്പം നമ്മുടെ കേരളത്തിലെ പാഠപുസ്തകത്തിലാണ് പോക്സോ നിയമം ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, പോക്സോ നിയമം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ, കഴിവുള്ള അധ്യാപകരുടെ സേവനം എല്ലാ സ്കൂളുകളിലും ലഭ്യമാക്കുന്നതിനായി അധ്യാപകരെ 5 വർഷത്തിലൊരിക്കൽ സ്ഥലം മാറ്റണമെന്ന് നിർദ്ദേശിച്ച പൊതുവിദ്യാഭ്യാസ എസ്റ്റിമേറ്റ് സമിതിയുടെ അധ്യക്ഷ ആരാണ്? KK ശൈലജ ടീച്ചറാണ്. അപ്പോൾ KK ശൈലജ ടീച്ചറാണ് എന്താണ്? കഴിവുള്ള അധ്യാപകരുടെ സേവനം എല്ലാ സ്കൂളുകളിലേക്കും ലഭ്യമാകുന്നതിന് വേണ്ടി അധ്യാപകരെ 5 വർഷത്തിലൊരിക്കൽ സ്ഥലം മാറ്റണമെന്ന് നിർദ്ദേശിച്ച പൊതുവിദ്യാഭ്യാസ എസ്റ്റിമേറ്റ് സമിതിയുടെ അധ്യക്ഷയാണ് KK ശൈലജ. ക്ലിയർ ആയേ? അടുത്തത്, 2023 നവംബറിൽ കേരള സാക്ഷരതാ മിഷൻ അംബാസഡറായി നിയമിതനായ ചലച്ചിത്രതാരമാണ് ചലച്ചിത്രതാരം ഇന്ദ്രൻസ് ആണ്. അപ്പം കേരള സാക്ഷരതാ മിഷൻ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായതാരാണ്? ഇന്ദ്രൻസ് ആണ്. അടുത്ത 2023 ഇന്ദ്രൻസ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓർക്കുക, ഈയിടയ്ക്കല്ലേ ഇന്ദ്രൻസ് എന്തോ 10ാം ക്ലാസ്സോ +2 അങ്ങോട്ട് എഴുതുകയെന്ന് പറഞ്ഞിട്ട് നമുക്ക് പത്രത്തിലൊക്കെ നല്ല വാർത്ത വന്നിരുന്നു. അങ്ങനെ അങ്ങ് വെച്ച് ഓർത്തിരുന്നു. ഇന്ദ്രൻസ് ആണ് കേരള സാക്ഷരതാ മിഷൻ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായത്. ക്ലിയർ ആയേ?
അടുത്തത് 2023 ഉത്തർപ്രദേശിൻ്റെ സംസ്ഥാന ജലജീവിയെ തിരഞ്ഞെടുത്തത് ഏത് ജീവിയാണ്? ഗംഗാ ഡോൾഫിൻ. അപ്പോൾ 2023 ഉത്തർപ്രദേശിൻ്റെ സംസ്ഥാന ജലജീവിയെ തിരഞ്ഞെടുത്തത് ഗംഗാ ഡോൾഫിൻ. അടുത്തത് 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് നൂറാമത്തെ മെഡൽ ലഭിച്ചത് ഏത് മത്സര ഇനത്തിനാണ്? വനിതാ കബഡിക്കാണ്. മറക്കല്ലേ, 100ാമത്തെ മത്സര മെഡലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് 100ാമത്തെ മെഡൽ ലഭിച്ചത് ഏത് മത്സര ഇനത്തിനാണ്? വനിതാ കബഡി. അടുത്തത് കൊയ്നു എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? ജപ്പാൻ. പേര് കേൾക്കുമ്പോഴേ കൊയ്നു ജപ്പാനീസ് പേര് പോലല്ലേ, അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചോ. കൊയ്നു എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? ജപ്പാൻ. അടുത്തത് 52ാമത് GST കൗൺസിൽ അപ്പലേറ്റ് ട്രിബ്യൂണൽ അധ്യക്ഷൻ്റെ കാലാവധി 67 വയസ്സിൽ നിന്നും എത്രയായാണ് ഉയർത്തിയത്? അപ്പോൾ 77 വയസ്സ് വരെയായിരുന്നേ. 77 വയസ്സായിട്ട് ഉയർത്തിയിട്ടുണ്ട്. അതായത് 52ാമത് GST കൗൺസിലിൽ GST കൗൺസിലിലെ അപ്പലേറ്റ് ട്രിബ്യൂണൽ അധ്യക്ഷൻ്റെ കാലാവധി 67 വയസ്സിൽ നിന്ന് 70 വയസ്സായിട്ട് ഇടയ്ക്ക് ഉയർത്തിയിട്ടുണ്ട്. ക്ലിയർ ആയ? അടുത്തത് 2028 ഒളിമ്പിക്സിൽ 128 വർഷങ്ങൾക്ക് ശേഷം ഉൾപ്പെടുത്താൻ ഒരുങ്ങുന്ന മത്സര ഇനമാണ് ക്രിക്കറ്റ്. അപ്പം എന്താണ് പറഞ്ഞത്? 2028 ഒളിമ്പിക്സിൽ 128 വർഷങ്ങൾക്ക് ശേഷം ഉൾപ്പെടുത്താൻ ഒരുങ്ങുന്ന മത്സര ഇനമാണ് ക്രിക്കറ്റ്. ക്ലിയർ ആയേ? അടുത്തത് ഏത് രാജ്യത്തെ ചാരസംഘടനയാണ് മൊസാദ്? മൊസാദ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ ചാരസംഘടനയാണ് മൊസാദ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് അതുപോലെ തന്നെ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുമല്ലേ, അപ്പോൾ ഇത് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഏത് രാജ്യത്തെ ചാരസംഘടനയാണ് മൊസാദ്? ഇസ്രായേലിലെ ചാരസംഘടനയാണ്. അടുത്തത് എത്രാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് 2024 നടക്കുന്നത്? അപ്പോൾ ഈ ഇടയ്ക്ക് നമുക്ക് കഴിഞ്ഞ ദിവസം നടന്ന നമ്മുടെ ഇലക്ഷൻ നടന്നില്ലേ, കഴിഞ്ഞ മാസമൊക്കെ ഇലക്ഷൻ, കഴിഞ്ഞ ദിവസമാണല്ലോ റിസൾട്ട് വന്നത്. അത് 18ാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. മറക്കല്ലേ. അടുത്തത് ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ. മറക്കല്ലേ, ചോദിക്കും. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ. അടുത്തത് ഇന്ത്യയുടെ ആദ്യ ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവലിന് വേദിയായ സംസ്ഥാനം ഏതാണ്? ഗോവ. കാരണം ഗോവയിലല്ലേ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളും നല്ല നല്ല ബീച്ചസും ഒക്കെ ഉള്ളത് ഗോവയിലല്ലേ. അപ്പോൾ ബീച്ചസൊക്കെ ഉള്ളിടത്തല്ലേ ഈ ലൈറ്റ് ഹൗസ് ഒക്കെ വരുന്നത്, കടലിനോട് ചേർന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അങ്ങ് വെച്ച് ഓർത്ത് വെച്ചോ, ഇന്ത്യയുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് തന്നെ ഗോവയല്ലേ. അപ്പം അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചോ, ബീച്ചസും കാര്യങ്ങളും എല്ലാം കൂടുതൽ ഗോവയിൽ, നല്ല നല്ല ബീച്ചസൊക്കെ കാര്യങ്ങളും ടൂറിസ്റ്റുകളും ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നതും ഗോവയിലല്ലേ. അപ്പോൾ അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചോ, ഇന്ത്യയിലെ ആദ്യ ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവലിന് വേദിയായ സംസ്ഥാനം ഏതാണ്? ഗോവ. അടുത്തത് ചെസ്സിൽ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണേ, ഒരു മിനിറ്റ്. ചെസ്സിൽ വുമൺ ഇൻ്റർനാഷണൽ മാസ്റ്റർ പദവി ലഭിക്കുന്ന കേരളത്തിലെ ആദ്യ വനിതയാണ് നിമ്മി ജോർജ്. ഇമ്പോർട്ടൻ്റ് ആണ്. ചെസ്സിൽ വുമൺ ഇൻ്റർനാഷണൽ മാസ്റ്റർ പദവി ലഭിക്കുന്ന കേരളത്തിലെ ആദ്യ വനിത ആരാണ്? നിമ്മി ജോർജ്. മറക്കല്ലേ. അടുത്തത് 2022 രാജ്യാന്തര ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ച് ലേഡി ടെണ്ടുൽക്കർ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് ഇതിഹാസകാരാണ് മിതാലി രാജ്. അപ്പോൾ ഓർത്ത് വെക്കണം, ലേഡി ടെണ്ടുൽക്കർ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് ഇതിഹാസകാരാണ് മിതാലി രാജ്. എല്ലാ ഫോർമാറ്റിൽ നിന്നും 2022 രാജിവെച്ച ആളാണ് മിതാലി രാജ്. അപ്പോൾ ലേഡി ടെണ്ടുൽക്കർ ആരാണ്? മിതാലി രാജ്. ക്ലിയർ ആയി? അടുത്തത് കേരളത്തിലെ ആദ്യത്തെ സർക്കാർ മേൽനോട്ടത്തിലുള്ള സർഫിംഗ് സ്കൂൾ ആരംഭിക്കുന്നത് എവിടെയാണ്? ബേപ്പൂർ. അപ്പം ബേപ്പൂരാണ് കേരളത്തിലെ ആദ്യത്തെ സർക്കാർ മേൽനോട്ടത്തിലുള്ള സർഫിംഗ് സ്കൂൾ ആരംഭിക്കുന്നത്. അടുത്തത് 2023 ഹരിവരാസനം പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ശ്രീകുമാരൻ തമ്പിക്കാണ്. 2023 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. അടുത്തത് ലോകത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപിക ആരാണ്? ബിയാട്രിസ് ആണ്. അപ്പോൾ ഓർത്ത് വെക്കണേ, മറക്കല്ലേ, ഇത് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ലോകത്തെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപിക ആരാണ്? ബിയാട്രിസ്. 2023 ഒക്ടോബറിൽ സുവർണ ജൂബിലി ആഘോഷിച്ച ഏഷ്യയിലെ തന്നെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? കോഴിക്കോട് പോലീസ് സ്റ്റേഷനാണ്. കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ എന്താണ്? 2023 ഒക്ടോബറിൽ സുവർണ ജൂബിലി ആഘോഷിച്ച ഏഷ്യയിലെ തന്നെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? കോഴിക്കോടാണ്. ക്ലിയർ ആയേ? അടുത്തത് പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇന്ത്യ ഒഴിവാക്കി ഭാരതം എന്നാക്കണമെന്ന് ശുപാർശ ചെയ്ത NCERT സോഷ്യൽ സയൻസ് സമിതിയുടെ അധ്യക്ഷൻ ആരാണ്?
പ്രൊഫസർ CI ഐസക്ക്. നല്ലൊരു ചോദ്യമാണ്, ചോദിക്കാൻ ചാൻസ് കൂടുതലുമാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇന്ത്യ ഒഴിവാക്കി ഭാരതം എന്നാക്കണമെന്ന് ശുപാർശ ചെയ്ത NCERT സോഷ്യൽ സയൻസ് സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? പ്രൊഫസർ CI ഐസക്. ക്ലിയർ ആയേ? അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, 2023 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഹമൂൺ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമാണ് ഇറാൻ. അപ്പം 2023 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഹമൂൺ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? ഇറാൻ. അടുത്തത്, യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? കോഴിക്കോട്. മറക്കല്ലേ, ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? കോഴിക്കോട്. അടുത്തത്, പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എത്ര രൂപയുടെ നാണയമാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത്? 75 രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എത്ര രൂപയുടെ നാണയമാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത്? 75 രൂപയുടെ നാണയമാണ്. അടുത്തത്, 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം രാജിവെച്ച മലയാള സാഹിത്യകാരൻ ആരാണ്? C രാധാകൃഷ്ണൻ. അപ്പോൾ ഒന്നുകൂടെ പറയാം, 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം രാജിവെച്ച മലയാള സാഹിത്യകാരനാണ് C രാധാകൃഷ്ണൻ. ക്ലിയർ ആയേ? അടുത്തത്, തമിഴ്നാട് സർക്കാർ ഏത് ദിവസമാണ് ഇക്വാളിറ്റി ഡേ ആയി ആചരിക്കാൻ തീരുമാനിച്ചത്? ഏപ്രിൽ 14 നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. തമിഴ്നാട് സർക്കാർ ഏത് ദിവസമാണ് എന്ത് ദിനമായിട്ട് ആചരിക്കാൻ? ഇക്വാളിറ്റി ദിനം, അതായത് സമത്വ ദിനമായിട്ട്, ഇക്വാളിറ്റി ഡേ ആയിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് ഏത് ദിവസമാണ്? ഏപ്രിൽ 14. ഏത് സർക്കാരാണ്? തമിഴ്നാട് സർക്കാരാണ്. അപ്പോൾ നമ്മൾ പറയാൻ മറക്കല്ലേ, തമിഴ്നാട് സർക്കാർ ഏത് ദിവസമാണ് ഇക്വാളിറ്റി ഡേ ആയിട്ട്, അതായത് സമത്വ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്? ഏപ്രിൽ 14. അടുത്തത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് വന്നത് ഏതാണ്? ബംഗളൂരു ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് ബംഗളൂരു ആണ്. 2024 ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ടുഗദർ വി ചലഞ്ച് ദോസ് ഇൻ പവർ. അപ്പോൾ 2024 ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ടുഗദർ വി ചലഞ്ച് ദോസ് ഇൻ പവർ. അടുത്തത്, ക്രിക്കറ്റിൽ 3 ഫോർമാറ്റിലും ഒരു തവണയെങ്കിലും ഒന്നാം റാങ്കിൽ എത്തിയ ആദ്യ ബൗളർ ആരാണ്? ജസ്പ്രീത് ബുംറ. അപ്പം ക്രിക്കറ്റിൽ 3 ഫോർമാറ്റിലും ഒരു തവണയെങ്കിലും ഒന്നാം റാങ്കിൽ എത്തിയ ആദ്യ ബൗളറാണ് ജസ്പ്രീത് ബുംറ. അതുപോലെ തന്നെ, നൃത്തം ചെയ്യുന്ന കുടകൾ ആരുടെ കൃതിയാണ്? നൃത്തം ചെയ്യുന്ന കുടകൾ M മുകുന്ദൻ്റെ കൃതിയാണ്, പുതിയതായിട്ട് എഴുതിയാണ്. നൃത്തം ചെയ്യുന്ന കുടകൾ ആരുടെ കൃതിയാണ്? M മുകുന്ദൻ. അടുത്തത്, ചന്ദ്രയാൻ 3യുടെ ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലത്തെ വിശേഷിപ്പിച്ചത് എന്താണ്? ശിവശക്തി പോയിന്റ്. അപ്പം ഓർത്തു വെച്ചോ, ഒരു മാർക്ക് ഉറപ്പാണ്. ചന്ദ്രയാൻ 3യുടെ ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലത്തെ വിശേഷിപ്പിച്ചതാണ് ശിവശക്തി പോയിന്റ്. അപ്പോൾ ശിവശക്തി പോയിന്റ് എന്താണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ചന്ദ്രയാൻ 3യുടെ ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലത്തെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ശിവശക്തി പോയിന്റ്. അതുപോലെ തന്നെ 2022 EK നായനാർ മെമ്മോറിയൽ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ബർണശ്ശേരി. 2022 EK നായനാർ മെമ്മോറിയൽ മ്യൂസിയം നിലവിൽ വന്നത് ബർണശ്ശേരി. അതുപോലെ തന്നെ 2023 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ജേതാവാണ് നൊവാക് ജോക്കോവിച്ച്. അതുപോലെ തന്നെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രഥമ വനിതാ അധ്യക്ഷയാണ് രഞ്ജന പ്രകാശ് ദേശായി. അപ്പോൾ എന്താണ് പറഞ്ഞത്? പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രഥമ വനിതാ അധ്യക്ഷ ആരാണ്? രഞ്ജന പ്രകാശ് ദേശായി. വേൾഡ് കോമ്പറ്റീറ്റീവ് ഇൻഡെക്സ് 2022 ഒന്നാമതെത്തിയ രാജ്യമാണ് ഡെൻമാർക്ക്. വേൾഡ് കോമ്പറ്റീറ്റീവ് ഇൻഡെക്സ് 2022 ഒന്നാമതെത്തിയ രാജ്യമാണ് ഡെൻമാർക്ക്. അടുത്തത്, പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ ശാക്തീകരണത്തിന് വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി വിവിധ മേഖലകളിൽ പരിശീലനങ്ങളും പ്രവർത്തനങ്ങളും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് ഉന്നതി. അപ്പോൾ ഉന്നതി പദ്ധതി എന്താണ്? ഉന്നതി എന്ന് പറഞ്ഞാൽ ഉയർന്നു വരുമെന്നല്ലേ അർത്ഥം വരുന്നത് മലയാളത്തിൽ. അപ്പോൾ ഉന്നതി പദ്ധതി എന്താണ്? പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ ശാക്തീകരണത്തിന് വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി വിവിധ മേഖലകളിൽ പരിശീലനങ്ങളും പ്രവർത്തനങ്ങളും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് ഉന്നതി. ക്ലിയർ ആയേ? അടുത്തത്, ക്രിമിനൽ പശ്ചാത്തലം അവയവദാനത്തിന് തടസ്സമല്ലെന്ന് വിധിച്ച ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്രിമിനൽ പശ്ചാത്തലം അവയവദാനത്തിന് തടസ്സമല്ലെന്ന് വിധിച്ച ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി.
അടുത്തത് ഇന്ത്യയുടെ പുതിയ കരസേന ഉപമേധാവിയാണ്. ഇന്ത്യയുടെ പുതിയ കരസേന ഉപമേധാവി ആരാണ്? ഉപേന്ദ്ര ദ്വിവേദി. അപ്പോൾ ഉപേന്ദ്ര ദ്വിവേദി ആരാണ്? ഇന്ത്യയുടെ പുതിയ കരസേന ഉപമേധാവിയാണ്. അടുത്തത് ലോകത്ത് ആദ്യമായി നൈട്രജൻ വധശിക്ഷ നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? അമേരിക്കയിലാണ്. അപ്പം എന്താണ് ലോകത്താദ്യമായി നൈട്രജൻ വധശിക്ഷ നടപ്പിലാക്കിയ രാജ്യം അമേരിക്ക. ലോകത്താദ്യമായി നൈട്രജൻ വധശിക്ഷ നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? അമേരിക്ക. മറക്കല്ലേ. 2024 ജനുവരിയിൽ UK വീശിയ ചുഴലിക്കാറ്റാണ് ഇഷ. അപ്പോൾ ഇഷ ചുഴലിക്കാറ്റ് എവിടെയാണ് വീശിയത്? UK. 2024 ജനുവരിയിൽ UK വീശിയ ചുഴലിക്കാറ്റാണ് ഇഷ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഫെബ്രുവരിയിൽ സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഏതാണ്? ഓപ്പറേഷൻ സുതാര്യത. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2024 ഫെബ്രുവരിയിൽ സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ വില്ലേജ് ഓഫീസുകളിൽ ആര് നടത്തിയാണ്? വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യത. അടുത്തത്, ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് കെ ലിഫ്റ്റ്. അപ്പോൾ കെ ലിഫ്റ്റ് പദ്ധതി ആരംഭിച്ചാണ്? കുടുംബശ്രീയാണ്. അപ്പോൾ എന്താണ് കെ ലിഫ്റ്റ് പദ്ധതി എന്ന് പറയുന്നത്? അതായത് ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് കെ ലിഫ്റ്റ്. ക്ലിയർ ആയ? അടുത്തത്, 2024 ദേശീയ യുവജനോത്സവത്തിന് വേദിയായ നഗരം ഏതാണ്? നാസിക്. 2024 ദേശീയ യുവജനോത്സവത്തിന് വേദിയായ നഗരം ഏതാണ്? നാസിക്. അടുത്തത്, ഇന്ത്യയിലെ ഏത് സർവകലാശാലയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറാണ്? നൈമ ഖാതൂൻ. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഇന്ത്യയിലെ ഏത് സർവകലാശാലയുടെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലറാണ് നൈമ ഖാതൂൻ. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയാണ്. അടുത്തത്, രണ്ടാമത്തെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം നേടിയതാരാണ്? സി രാധാകൃഷ്ണനാണ്. രണ്ടാമത്തെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം നേടിയത് സി രാധാകൃഷ്ണൻ. അടുത്തത്, മഹാരാഷ്ട്രയിൽ സ്ഥാപിച്ച ആദ്യത്തെ 200 മീറ്റർ നീളമുള്ള മുള കൊണ്ടുള്ള റോഡ് ക്രാഷ് ബാരിയർ നൽകിയ പേരെന്താണ്? ബാഹുബലി. അപ്പോൾ ഓർത്തു വെക്കാൻ എളുപ്പമുണ്ടേ. മഹാരാഷ്ട്രയിൽ സ്ഥാപിച്ച ലോകത്തിലെ ആദ്യത്തെ 200 മീറ്റർ നീളമുള്ള മുള കൊണ്ട് ഉള്ള റോഡ് ക്രാഷ് ബാരിയർ നൽകിയ പേരാണ് ബാഹുബലി. അടുത്തത്, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ജാതി സെൻസസ് നടത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ബീഹാർ. ഇമ്പോർട്ടൻ്റ് ആണേ. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ജാതി സെൻസസ് നടത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ബീഹാർ. ഈയിടയ്ക്കാണ് നടന്നത്. ജാതി സെൻസസ് നടത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ബീഹാർ. മറക്കല്ലേ. അടുത്തത്, ഏത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്? കോൺറാഡ് സാങ്മ. ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്? മേഘാലയ. മറക്കല്ലേ. ഈ അടുത്ത നിയമിതനായ മുഖ്യമന്ത്രിമാരുടെ പേരെല്ലാം പഠിച്ചിട്ടേ പോവാവേ. നമ്മൾ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങളൊന്ന് അത് പഠിച്ചിട്ട് നോക്കിയിട്ടേ പോവാവേ. അടുത്തത്, കോൺറാഡ് സാങ്മ ഏത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്? മേഘാലയ. അതുപോലെ തന്നെ 2023 മാർച്ചിൽ ISRO വിജയകരമായി തിരിച്ചിറക്കി നശിപ്പിച്ച ഉപഗ്രഹം ഏതാണ്? മെഗാട്രോപിക്സ് 1. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമായ ഹുബള്ളി ഏത് സംസ്ഥാനത്താണ്? കർണാടകയിലാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമായ ഹുബള്ളി ഏത് സംസ്ഥാനത്താണ്? കർണാടകയിലാണ്. അടുത്തത്, നമ്മൾ സിവിൽ പോലീസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. അതായത് പോലീസുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇന്ത്യൻ പീനൽ കോഡിന്, അതായത് നമ്മുടെ IPCക്ക് പകരമായി അവതരിപ്പിച്ച നിയമ സംവിധാനം ഏത്? ഭാരതീയ ന്യായ സംഹിത. മറക്കല്ലേ, ഇത് ചോദിക്കുമ്പോൾ ചാൻസ് കൂടുതലാണ്. കാരണം നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതാണ്, സിവിൽ പോലീസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിന് കറണ്ട് അഫയർ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇന്ത്യൻ പീനൽ കോഡിന്, അതായത് IPCക്ക് പകരമായി അവതരിപ്പിച്ച നിയമ സംവിധാനം ഏതാണ്? ഭാരതീയ ന്യായ സംഹിത. ക്ലിയർ ആയ? അടുത്തത്, ഏത് സ്ഥാപനത്തിൻ്റെ പുതിയ ചിഹ്നമാണ്? ദിവിസ്ത എന്നുള്ള ഏത് സ്ഥാപനത്തിൻ്റെ പുതിയ ചിഹ്നമാണ്? എയർ ഇന്ത്യയുടെ പുതിയ ചിഹ്നമാണ് ദിവിസ്ത. അടുത്തത്, 65ാമത് സംസ്ഥാന സ്കൂൾ കായിക മേളയിൽ ഓവറോൾ കിരീടം നേടിയതാരാണ്? പാലക്കാട് ജില്ലയാണ്. 65ാമത് സംസ്ഥാന സ്കൂൾ കായിക മേളയിൽ ഓവറോൾ കിരീടം നേടിയത് പാലക്കാട് ജില്ലയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക വൃക്ഷം, പുഷ്പം, പക്ഷി. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക വൃക്ഷം, പുഷ്പം, പക്ഷി എന്നിവ പ്രഖ്യാപിച്ച ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ല. അപ്പോൾ കാസർഗോഡ് ജില്ലയിലാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഔദ്യോഗികമായിട്ടൊരു വൃക്ഷവും അതുപോലെ തന്നെ പുഷ്പവും ഒരു പക്ഷിയും എന്നിവയൊക്കെ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജില്ലയാണ് കാസർഗോഡ് ജില്ല, നമ്മുടെ കാസർഗോഡ് ജില്ല. മറക്കല്ലേ.
അതുപോലെ തന്നെ ഏത് സംസ്ഥാനത്തിൻ്റെ ഏത് സ്ഥാപനത്തിൻ്റെ ചാൻസലറാണ് ഡോക്ടർ മല്ലിക സാരാഭായ്? മല്ലിക സാരാഭായ് ഏത് സ്ഥാപനത്തിൻ്റെ ചാൻസലറാണ്? കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലം. അടുത്ത നോക്കാം. 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? തേജ്. തേജ് ചുഴലിക്കാറ്റാണ്. 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് തേജ് ചുഴലിക്കാറ്റ്. അടുത്തത് 54ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ ഇന്ത്യൻ പനോരമയിൽ ആദ്യ ഫീച്ചർ ഫിലിമായി പ്രദർശിപ്പിച്ച മലയാള സിനിമ ഏതാണ്? ആട്ടം. ആട്ടം. അപ്പോൾ എന്താണ് ഒന്നുകൂടെ പറയാം, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. 54ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ ഇന്ത്യൻ പനോരമയിലെ ആദ്യ ഫീച്ചർ ഫിലിമായി പ്രദർശിപ്പിച്ച മലയാള സിനിമ ഏതാണ്? ആട്ടം. അടുത്തത് ചോളത്തിൻ്റെ കൃഷിയും ഉൽപ്പാദനവും പ്രോത്സാഹിപ്പിക്കാനായി മുഖ്യമന്ത്രി മഗ മിഷൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ചോളത്തിൻ്റെ കൃഷിയും ഉൽപ്പാദനവും പ്രോത്സാഹിപ്പിക്കാനായി മുഖ്യമന്ത്രി മഗ മിഷൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷ. ഏത് രോഗത്തിനെതിരായി വികസിപ്പിച്ച വാക്സിനാണ് ഇക്സ്ചിഗ്? അപ്പോൾ ചിക്കൻ ഗുനിയയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഏത് രോഗത്തിനെതിരായി വികസിപ്പിച്ച വാക്സിനാണ് ഇക്സ്ചിഗ്? ചിക്കൻ ഗുനിയ. അതിനകത്താണ് ചിക്ക് എന്നുള്ളതല്ലേ, ചിക്കൻ്റെ ഒരു ചിക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് ഓർത്ത് വെച്ചോ, ചിക്കൻ ഗുനിയയ്ക്ക് വേണ്ടിയുള്ള വാക്സിനാണ്, വികസിപ്പിച്ച വാക്സിനാണ് ഇക്സ്ചിക്ക്. അടുത്തത് 2023 ഡേവിഡ് കപ്പ് ടെന്നീസ് ടൂർണമെൻറ്റ് ജേതാക്കൾ ആരാണ്? ഇറ്റലിയാണ്. 2023 ഡേവിഡ് കപ്പ് ടെന്നീസ് ടൂർണമെൻറ്റ് ജേതാക്കൾ ഇറ്റലിയാണ്. അതുപോലെ തന്നെ 2024 സംസ്ഥാന വനിതാ പുരസ്കാരത്തിന് അർഹരായവരാരൊക്കെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ട്രീസ ജോളി, ജിലുമോൾ മാരിയറ്റ് തോമസ്, വിജി പെൺകൂട്ട്, അതുപോലെ തന്നെ അന്നപൂർണി സുബ്രഹ്മണ്യം. അപ്പോൾ ട്രിസ ജോളി, ജിലുമോൾ മാരിയറ്റ് തോമസ്, വിജി പെൺകൂട്ട്, അതുപോലെ തന്നെ അന്നപൂർണി സുബ്രഹ്മണ്യമാണ് 2024 സംസ്ഥാന വനിതാ പുരസ്കാരത്തിന് അർഹരായവർ. അടുത്തത് 2023 ICC പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഗ്ലോബൽ അംബാസിഡർ ആയിരുന്നത് ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ ആണ് നമ്മുടെ 2023 ICC പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഗ്ലോബൽ അംബാസിഡർ ആയിരുന്നത്. അടുത്തത് മരണാനന്തരം അവയവദാനം നടത്തുന്നവരുടെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. അപ്പോൾ എന്താണ്? മരണാനന്തരം അവയവദാനം നടത്തുന്നവരുടെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. അടുത്തത് എല്ലാ വീടുകൾക്കും 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി നൽകുന്ന കർണാടക സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ഗ്രഹജ്യോതി. അപ്പോൾ എന്താണ്? എല്ലാ വീടുകൾക്കും 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി നൽകുന്ന കർണാടക സർക്കാരിൻ്റെ പദ്ധതിയാണ് ഗ്രഹജ്യോതി. അടുത്തത് ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് ആൻഡ് ഓട്ടോബയോഗ്രഫി എന്ന് ആരുടെ ആത്മകഥയാണ്? TN ശേഷൻ്റെയാണ്. അപ്പോൾ എന്താണ്? ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് ആൻഡ് ഓട്ടോബയോഗ്രഫി ആരുടെ ആത്മകഥയാണ്? TN ശേഷൻ്റെയാണ്. അടുത്തത് പോക്സോ കേസുകളിൽ പ്രഥമ ദൃഷ്ട്യാ തെളിവില്ലെങ്കിൽ മുൻകൂർ ജാമ്യം അനുവദിക്കാമെന്ന് ഉത്തരവിറക്കിയ ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. അപ്പോൾ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. പോക്സോ കേസുകളിൽ പ്രഥമ ദൃഷ്ട്യാ തെളിവില്ലെങ്കിൽ മുൻകൂർ ജാമ്യം അനുവദിക്കാമെന്ന് ഉത്തരവിറക്കിയ ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. അടുത്തത് രാജാ രവിവർമ്മ ആർട്ട് ഗാലറി ഉദ്ഘാടനം ചെയ്തത് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരത്താണ്. രാജാ രവിവർമ്മ ആർട്ട് ഗാലറി എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ സംസ്ഥാനത്തെ ആദ്യ സർക്കാർ ഇതര ക്യാമ്പസ് വ്യവസായ പാർക്ക് എവിടെയാണ്? മൂവാറ്റുപുഴയിലാണ്. അതുപോലെ തന്നെ രാജ്യത്താദ്യമായി GST വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനമാണ് കേരളം. രാജ്യത്താദ്യമായി GST വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. അതുപോലെ തന്നെ പൂർണ്ണശേഷിയിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 700 മെഗാവാട്ട് ആണവ നിലയം ഏതാണ്? കക്രാപ്പാറയാണ്. ഗുജറാത്തിലെ കക്രാപ്പാറാണ്. അപ്പം എന്താണ് പറഞ്ഞത്? പൂർണ്ണശേഷിയിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 700 മെഗാവാട്ട് ആണവ നിലയം ഏതാണ്? കക്രാപ്പാറ, ഗുജറാത്താണ്. ഗുജറാത്ത്. അടുത്തത് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി സ്ഥിരം ലോക് അദാലത്ത് നിലവിൽ വരുന്നത് എവിടെയാണ്? അപ്പോൾ തിരുവനന്തപുരമാണ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ദക്ഷിണേന്ത്യയിൽ ആദ്യമായി സ്ഥിരം ലോക് അദാലത്ത് നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ P. വത്സല ഈ ഇടയ്ക്ക് അന്തരിച്ചാണ്. P. വത്സലയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? 2021. P. വത്സലയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വർഷം 2021. അതുപോലെ തന്നെ 2024 കടമ്പനിട്ട രാമകൃഷ്ണൻ പുരസ്കാര ജേതാവാരാണ്? റഫീഖ് അഹമ്മദ്. അപ്പോൾ 2024
കടമ്പനിട്ട രാമകൃഷ്ണൻ പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദാണ്. അതുപോലെ തന്നെ 2023 ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിയുടെ ആതിഥേയ രാജ്യം ഏതായിരുന്നു? ഇന്ത്യയായിരുന്നു. അപ്പോൾ എന്താണ് 2023 ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിയുടെ ആതിഥേയ രാജ്യം ഏതായിരുന്നു? ഇന്ത്യയാണ്. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യം ആദിത്യ L1 വിക്ഷേപിച്ച ദിവസം എന്നാണ്? 2023 സെപ്റ്റംബർ 2. ഇമ്പോർട്ടൻ്റ് ആണ്. 2023 സെപ്റ്റംബർ 2 ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യം ആദിത്യ L1 വിക്ഷേപിച്ച ദിവസം. 2023 സെപ്റ്റംബർ 2, മറക്കല്ലേ. അതുപോലെ തന്നെ ചാന്ദ്രയാൻ 3 ലാൻഡറിൻ്റെയും റോവറിൻ്റെയും പരിവേക്ഷണ കാലം എത്ര ദിവസമാണ്? 14 ഭൗമദിനങ്ങളാണ്. അപ്പോൾ ചാന്ദ്രയാൻ 3 ലാൻഡറിൻ്റെയും റോവറിൻ്റെയും പരിവേഷണ കാലം എന്ന് പറയുന്നത് 14 ഭൗമദിനങ്ങളാണ്. അതുപോലെ തന്നെ 65ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി ഏതാണ്? തൃശ്ശൂരാണ്. അതുപോലെ തന്നെ സംസ്ഥാനത്തെ രണ്ടാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? കോട്ടയമാണ്. സംസ്ഥാനത്തെ രണ്ടാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല കോട്ടയമാണ്. അതുപോലെ തന്നെ 2023 സാഹിത്യ നോബൽ സമ്മാന ജേതാവ് ജോൺ ഫോസ് ഏത് രാജ്യക്കാരനാണ്? നോർവേ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നോബൽ പ്രൈസിൻ്റെ ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് അതോടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അതിൽ നമ്മൾ പറയുന്നുണ്ട് ജോൺ ഫോസ് ഒരു നോർവീജിയൻ സാഹിത്യകാരനാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ആയിട്ട് പറയുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിലവിലെ കേരളത്തിലെ വാണിജ്യ വകുപ്പ് മന്ത്രി ആരാണ്? പി രാജീവ്. അതുപോലെ മന്ത്രിമാരുടെ വകുപ്പുകളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മളൊരു ക്ലാസ് ഇട്ടിട്ടുണ്ട് മന്ത്രിമാരുടെ വകുപ്പുകളെ കുറിച്ച്, അതൊന്ന് കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളത് മാക്സിമം നോക്കിയിട്ട് തന്നെ എക്സാമിന് പോകണം, സമയമില്ലെങ്കിൽ. അടുത്തത് 19ാമത് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനം ലഭിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. 19ാമത് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനം ലഭിച്ച രാജ്യം ചൈനയാണ്. അതുപോലെ തന്നെ നിലവിലെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആരാണ്? പി ടി ഉഷ. അപ്പോൾ നിലവിലെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ. അതുപോലെ തന്നെ 2023 58ാം ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ ഉറുദു കവി ആരാണ്? ഗുൽസാർ. നമ്മൾ ജ്ഞാനപീഠത്തിൻ്റെ ക്ലാസ് വിട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കാണാൻ ശ്രമിക്കുക. 2023 58ാം ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ ഉറുദു കവിയാണ് ഗുൽസാർ. അതുപോലെ തന്നെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രഥമ വനിതാ ഡയറക്ടറായി നിയമിതയായത് PS ശ്രീകല. അപ്പോൾ എന്താണ് ഒന്നുകൂടെ പറയാം? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രഥമ വനിതാ ഡയറക്ടറായി നിയമിതയായത് PS ശ്രീകല. അതുപോലെ തന്നെ രാജ്യത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്കപാത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ജമ്മു കാശ്മീർ. അപ്പം രാജ്യത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്കപാത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ജമ്മു കാശ്മീർ. അടുത്തത് മരണാനന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ അവാർഡിന് അർഹനായത് ആരാണ്? ഉമ്മൻചാണ്ടിയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, മരണാനന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ അവാർഡിന് അർഹനായത് ആരാണ്? ഉമ്മൻചാണ്ടി. രാജ്യത്ത് ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലം ഏതാണ്? ധർമ്മടം. നമ്മുടെ മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണ്. അപ്പം രാജ്യത്ത് ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലം ഏതാണ്? ധർമ്മടം, മറക്കല്ലേ. അടുത്തത് 2023 ഓഗസ്റ്റിൽ ചന്ദ്രയാൻ 3 പ്രഗ്യാൻ റോവർ ചന്ദ്രനിൽ ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് ആദ്യമായിട്ട് സ്ഥിരീകരിച്ചത്? സൾഫറിൻ്റെയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാൻ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. 2023 ഓഗസ്റ്റിൽ ചന്ദ്രയാൻ 3 പ്രഗ്യാൻ റോവർ ചന്ദ്രനിൽ ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് ആദ്യമായി സ്ഥിരീകരിച്ചത്? സൾഫറിൻ്റെയാണ്. അതുപോലെ തന്നെ മറക്കല്ലേ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള സ്മാരകം എവിടെയാണ് വരുന്നത്? എറണാകുളത്താണ്. അപ്പം മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള സ്മാരകം എവിടെയാണ്? എറണാകുളത്താണ് വരുന്നത്. അതുപോലെ തന്നെ രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരമാണ് വിരാട് കോഹ്ലി. അപ്പോൾ രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരമാണ് വിരാട് കോഹ്ലി. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, ആലപ്പി രംഗനാഥ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഈ വർഷത്തെ സ്വാമി സംഗീത പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? എം ജയചന്ദ്രൻ. അതുപോലെ തന്നെ അവസാനത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹിരാലാൽ സമരിയ. അപ്പോൾ ഇന്ത്യയുടെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹിരാലാൽ സമരിയ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആവുന്ന ആദ്യ ദളിത് വിഭാഗത്തിലെ ഒരു വ്യക്തി കൂടിയാണ് ഹിരാലാൽ സമരിയ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു റിവിഷൻ എന്ന രീതിയിൽ 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പം ജസ്റ്റ് എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന, അതായത് നമ്മൾ എല്ലാ മേഖലകളിലും ടച്ച് ചെയ്ത് ഒരു റിവിഷൻ പോലാണ് വന്നത്. അപ്പം നിങ്ങൾ മാക്സിമം കറണ്ട് അഫെയർ ഒക്കെ നോക്കിയിട്ട് പോകുക. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സിന് വേണ്ടി നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്, മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക. ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ
അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം കറണ്ട് അഫെയറിൻ്റെ നിങ്ങൾക്ക് വേണ്ടി ഒരു 100 ക്വസ്റ്റ്യൻസ് നമ്മൾ തയ്യാറാക്കിയാണ് അവതരിപ്പിച്ചത്. ഉപകാരപ്രദമാണ്. ഇതിൽ നിന്നൊരു നമ്മൾ 10 മാർക്ക് നിങ്ങൾക്ക് കിട്ടണമെന്നാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പോൾ ഇതിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാക്സിമം നിങ്ങളിത് കാണാൻ ശ്രമിക്കുക. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയർ നിങ്ങൾ ടോപ്പിക് വൈസ് പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പം അതിൻ്റെ ഒരു റിവിഷനോട് ആവുന്ന രീതിയിലാണ് ഞാൻ ഇങ്ങനൊരു ക്ലാസ് തയ്യാറാക്കിയത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തുതരാം നമ്മുടെ സി പി ഒയുടെ മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ്സിൻ്റെ ലിങ്ക്. അപ്പോൾ അതിൽ കയറി അതുകൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക നാളെ എക്സാം എഴുതുന്നവർ. അപ്പോൾ താങ്ക് യു. അപ്പം എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.